അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഅൻദിർ അശീറതകൽ അഖറബീൻ സൂറത്തു ശുഅറായിലെ 214 ആയത്ത് അവതരിച്ചു. ആ ആയത്ത് ഇറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരെയും അടുത്ത ബന്ധുക്കളെയും പരസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതാണ് അള്ളാഹു നബിയോട് കൽപ്പിച്ചത്. ആ കൽപ്പനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീഴ്ചയും വരുത്തിയില്ല. സൊഫയുടെ മുകളിൽ കയറി നിന്ന് ഓരോരുത്തരോടും പറഞ്ഞു നബി വന്ന ദൗത്യത്തെ പറ്റിയിട്ട്. പ്രിയപ്പെട്ടവരെ, അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഈ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ, നരകത്തെപ്പറ്റി അവർക്ക് താക്കീത് കൊടുത്തപ്പോൾ നബി അവരോട് നടത്തിയ ഒരു സംസാരം കൂടിയുണ്ട് ചരിത്രത്തിൽ. അത് വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടതിൽ, നമുക്ക് പഠിക്കാൻ ഒരുപാട് സന്ദേശങ്ങളുണ്ടതിൽ. ആ സംസാരം എത്ര മനോഹരമാണ്, എത്ര ചിന്തനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ വിളിച്ചു. യാ മഅശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ. പിന്നെ ആ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഓരോരുത്തരെയും വിളിച്ചു. യാ ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിൻ്റെ മക്കളെ. യാ അബ്ബാസ് ഇബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ബാസ്. യാ സഫിയ അമ്മത റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ. യാ ഫാത്തിമതു ബിൻത മുഹമ്മദ്, മുഹമ്മദിൻ്റെ പ്രിയ പുത്രി ഫാത്തിമ. എന്താണ് ആ വിളി? എന്നിട്ട് നബി എന്താണ് അവരോട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കച്ചവടത്തെ പറ്റിയിട്ടാണ് അവരറിയിച്ചത്. നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടം, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു കച്ചവടം. അവിടുത്തെ കച്ചവടച്ചരക്ക് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള വിലയെന്താണ്? നിങ്ങളുടെ അനുസരണയാണ്, നിങ്ങൾ കീഴൊതുങ്ങലാണ്, നിങ്ങളുടെ ജീവിതം അല്ലാഹുവിന് സമർപ്പിക്കലാണ്, എന്നെ സത്യപ്പെടുത്തലാണ്. നബി അവരോട് പറഞ്ഞ വാക്കിതാണ്, ഇഷ്തറൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വാങ്ങണം. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. അബ്ബാസ് റളിയല്ലാഹുവിനോട് നബി പറയാണ്, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് അബ്ബാസ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ എനിക്ക് പറ്റൂല. യാ സഫിയ അമ്മത റസൂലില്ലാ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യാ ഫാത്തിമത ബിൻത് മുഹമ്മദ് സലീനി മാ ശിഅ്തി മിൻ മാലി, ഉപ്പയുടെ സ്വത്തിൽ നിന്ന് നീ ചോദിച്ചോ, ഉപ്പാക്ക് തരാൻ കഴിയുന്നത് ഉപ്പ തരും. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഉപ്പാക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ ആദർശമില്ല എങ്കിൽ, നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സുഹൃതങ്ങളില്ല എങ്കിൽ രക്ഷയില്ല മക്കളെ എന്ന ഓർമ്മപ്പെടുത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കും ഖുറൈശികൾക്കും അബ്ദു മനാഫിൻ്റെ മക്കൾക്കും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനും സഫിയ റളിയല്ലാഹു അൻഹക്കും ഫാത്തിമ ബീവിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. നബിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നബി ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. രഹസ്യമായി പ്രബോധനം ചെയ്യേണ്ട സമയത്ത് നബി രഹസ്യമായി പ്രബോധനം ചെയ്തു. ആ രഹസ്യ പ്രബോധനം പരസ്യമാക്കാൻ പറഞ്ഞപ്പോൾ നബി ഒരു മടിയും കൂടാതെ അത് പരസ്യമാക്കി. നബിയുടെ കുടുംബക്കാരായി എന്നതുകൊണ്ട്, നബിയുടെ സ്വന്തക്കാരായി എന്നതുകൊണ്ട്, നബിയുടെ മകളായി, നബിയുടെ അമ്മായിയായി, നബിയുടെ ഉപ്പയുടെ സഹോദരനായി എന്നതുകൊണ്ട് ഒരാൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആദർശം വേണം, വിശ്വാസം വേണം, സുഹൃതങ്ങൾ വേണം. ഓരോരുത്തർക്കും അവരുടെ പരിശ്രമങ്ങളാണ് ഉണ്ടാവുക, അവരുടെ വിശ്വാസമാണ് അവരെ രക്ഷിക്കുക എന്നൊരു ഉണർത്തൽ കൂടി
അതുകൊണ്ട് നിങ്ങൾ നന്മകളിൽ മുന്നേറണമെന്ന ഒരു താക്കീതുകൂടി ആ സംഭാഷണത്തിലുണ്ട്. ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഭീകരമായ ഭയാനകമായ ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. നബി ഖുറൈശികളോടും അബ്ദുമനാഫിൻ്റെ മക്കളോടും ഫാത്തിമയോടും അബ്ബാസിനോടും സഫിയോടും പറഞ്ഞ വാക്കുകൾ നമുക്ക് കൂടി ബാധകമാണ്. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുക്കുക, ആഖിറത്തിനു വേണ്ടി വിഭവങ്ങൾ ഒരുക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.